ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ പറഞ്ഞ കറുത്ത വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവ രാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിന്റെ പ്രകാരം 9-ാം ഭാവത്തിൽ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിന്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിന്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. അത് കന്നി രാശിക്കാർക്ക് എന്നാണ് പറയുന്നത്. കന്നി രാശി എന്ന് പറയുന്ന സമയത്ത് ഉത്തരത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗവും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നി രാശിക്കാർക്ക് ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ നിന്നും 9-ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തിലേക്ക് വരികയാണ്.
ഇതുപോലൊരു നല്ല ഗുണാനുഭവങ്ങൾ ഇനി അടുത്തെങ്കിലും കിട്ടാനില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ 6-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി, അതുപോലെ തന്നെയാണ് 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ, ഭാഗ്യസ്ഥാനം പറഞ്ഞാൽ 9-ാം ഭാവത്തിൽ കന്നി ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്, ഏത് രാശിയാണെങ്കിലും പ്രശ്നാത്മകയാണെങ്കിലും 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് എല്ലാറ്റിനും പരിഹാരമായിട്ടാണ് കാണുന്നത്. ദൈവാനുഗ്രഹം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്, ഗുരുക്കന്മാരോട് അനുഗ്രഹം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, ഭാഗ്യവർദ്ധനവിലൂടെ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്, ലോട്ടറി ഭാഗം, നിധിയോഗം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതപരമായിട്ടുള്ള പലവിധത്തിലുള്ള ധനലാഭം എന്നിവയെല്ലാം ഇവ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലത്ത്, അതായത് 2024 തൊട്ടിട്ട് 2024 മെയ് 1-ാം തീയതി തൊട്ട് 2025 മെയ് 14 വരയ്ക്കും ഈ വ്യാഴം ഒരു വർഷക്കാലത്തോളം അവിടെ ഉണ്ട്, 9-ാം ഭാവത്തിലുണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു വർഷക്കാലം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ, അതായത് നമ്മുടെ ആയുസ് വരയ്ക്കുള്ള സമ്പാദിക്കേണ്ട ലെവൽ ചിലപ്പോൾ വന്നു ചേരും. ചിലപ്പോഴല്ല, അങ്ങനെയുള്ള ജാതകത്തിലും കൂടി അടിപൊളി സമയമാണെങ്കിൽ പിന്നെ അവിടെ നോക്കാനില്ല എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള കാരണം, ഒരിക്കലും നശിക്കാത്ത സ്വത്ത് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ധനാഗമനങ്ങൾക്കൊന്ന് കൂടുവാനുള്ള സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം, സൗഭാഗ്യം, ഭരണകർത്താക്കന്മാർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ എന്തെന്നറിയാത്ത വിജയങ്ങൾ, സ്ഥാനമാനങ്ങൾ, സിനിമാ മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രവേശനങ്ങൾ, ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം നടന്നു വരിക, അത്ഭുതം സൃഷ്ടിക്കുന്ന ലെവലിലുള്ള മുന്നേറ്റം കൈവരിക്കുക, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്കെല്ലാം എത്ര വയസ്സായിക്കോട്ടെ, ഏജ് 35 40 ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്കെല്ലാം വിവാഹങ്ങൾ വന്നു ചേരുക, വിവാഹം കഴിയുക, സന്താന യോഗം ഉണ്ടാവുക, വിദേശവാസം കൊണ്ട് ധനാഗമങ്ങൾ കുമിഞ്ഞുകൂടുക, അപ്രതീക്ഷിതപരമായിട്ടുള്ള ശമ്പള വർധന ഉണ്ടാവുക, പ്രമോഷൻ ഉണ്ടാവുക, ജോലിയിൽ പ്രമോഷനുകൾ ഉണ്ടാവുക, ഗവൺമെൻറ് ജോലി പെട്ടെന്ന് അപ്രതീക്ഷിതപരമായിട്ട് നമ്മൾ നനച്ചിരിക്കാത്ത ലെവലിലുള്ള ഇത് കിട്ടുക. അതുപോലെ തന്നെ മെഡിക്കൽ സീറ്റ്, എൻട്രൻസ് പരീക്ഷ, അങ്ങനെയുള്ളതിലെല്ലാം പെട്ടെന്നുള്ള മുൻകൈ, അത് എടുത്ത് ചാടുന്ന പോലെയല്ല, എടുത്ത് കുതിക്കുന്ന പോലെയുള്ള എല്ലാം അങ്ങനെ പെട്ടെന്ന് ശരിയാവാനുള്ള ഒരു ഇതാക്കിയാണ് കാണുന്നത്. കന്നി രാശിക്കാർക്ക് അത്രയ്ക്കും ഗുണപരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത്. ആഡംബരപരമായിട്ടുള്ള ഭവന നിർമ്മാണം, ആഡംബരമായിട്ടുള്ള വാഹനം എന്നിവയെല്ലാം അതായത് ഒറ്റ വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലം വാങ്ങിച്ച്, അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം വാങ്ങിച്ച്, ഭൂമി വാങ്ങിച്ച്, ഒന്നിലധികം ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ഭവനം വാങ്ങിച്ച് അല്ലെങ്കിൽ ഭൂമി വാങ്ങിച്ച് അതിൽ വീട് വെച്ച് ഗൃഹപ്രവേശം നടത്തി, വാഹനം വന്ന് മുറ്റത്ത് നിർത്തി, അല്ലെങ്കിൽ കാർ പാർക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു അനുഭവങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ ഗമനം കൊണ്ട് ധനവർദ്ധനയ്ക്കുള്ള സാധ്യതയും, ബിസിനസ് നടത്തുന്നവർക്കെല്ലാം ബിസിനസ്സിൽ ഇരട്ടി ലാഭം എന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മൾ 1 കോടി മുടക്കുകയാണെങ്കിൽ 10 കോടി വരവ് എന്നാണ് പറയുന്നത്. 1 ലക്ഷം മുടക്കുകയാണെങ്കിൽ 10 ലക്ഷം വരവ് എന്നാണ് പറയുന്നത്. ധനാഗമനം അത്രത്തോളം ഭാഗ്യവർദ്ധന ഉണ്ടാവും. കാരണം 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ശനിയുടെ സഹായം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. കടബാധയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മീട്ടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ മനസമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ ഉന്നത നിലവാരവും ഉന്നത കയറ്റവും വരുവാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷാദികളിൽ വിജയം വരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനാധ്യാപകന്മാർ കലാകായികത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം പുരസ്കാരങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനുള്ള സ്ഥാനമാന പദവികളും കിട്ടുവാനുള്ള സാധ്യതകളും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം, സയൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉന്നത നേട്ടങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങളിൽ വിജയസാധ്യത. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാവട്ടെ പുതിയ മരുന്നുകളെല്ലാം കണ്ടുപിടിച്ച്, രോഗത്തിനുള്ള മരുന്ന് കുറിച്ച് പുതിയ ടെക്നീഷ്യനുകളെല്ലാം രോഗത്തിൻ്റെ പ്രതിരോധത്തിനുള്ള അല്ലെങ്കിൽ രോഗത്തിനുള്ള മരുന്നുകളെല്ലാം, ട്രീറ്റ്മെൻറ്റുള്ളത്, മിഷനറി സംബന്ധമായിട്ടുള്ളത്, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, മിഷനറി സംബന്ധമായിട്ടുള്ള, ടെക്നോളജിക്കൽ സംബന്ധമായിട്ടുള്ള, വാഹന സംബന്ധമായിട്ടുള്ള, ഇത് ഇരുചക്ര വാഹനം തൊട്ട് വിമാനം വരെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉന്നത നേട്ടങ്ങളും ഉന്നത പരീക്ഷണാദികളിൽ വിജയങ്ങളെല്ലാം കൈവരിക്കും എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്കും ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് പറയുന്നത്. അപ്പോൾ കന്നി രാശിക്കാർ ഈ ഒരൊറ്റ വർഷം വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഉന്നത നിലവാരത്തിൽ വന്ന് എത്തുവാനുള്ള സാധ്യത തീർച്ചയാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സേഫ്റ്റിയിൽ വന്ന് പെടും. സേഫ്റ്റി പറഞ്ഞാൽ ഒരു
നമ്മൾ രക്ഷപ്പെട്ട് ഒരു സേഫ്റ്റി വലയത്തിൽ വന്ന് പെടും. അതായത് സുരക്ഷാ വലയം തീർക്കുന്ന പറയുന്നത്. ഇനി ഭാവി ജീവിതത്തിലേക്കുള്ള ധനാഗമനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ്, ഓഹരി, ലോട്ടറി വിൽപ്പന, ലോട്ടറി ഭാഗ്യങ്ങൾ, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, ലോട്ടറികളിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കെല്ലാം അതിനുള്ള അർഹതപ്പെട്ട ധനം, അതായത് 1000 മുടക്കിയാൽ 2000 കിട്ടുക, അല്ലെങ്കിൽ 4000 കിട്ടുക, 5000 കിട്ടുക, അങ്ങനെ കോടിക്കണക്കിനുള്ള ഈ കന്യരാശിയിൽപ്പെട്ടിരിക്കുന്ന ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏകദേശം 40% ആൾക്കാരെല്ലാം കോടീശ്വരന്മാരായിട്ട് മാറുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലക്ഷാധിപതികളായിട്ട് മാറുവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കന്യരാശിക്കാർക്ക് 9-ൽ വ്യാഴം വരുന്നത്, 6-ൽ ശനിയും കൂടി നടക്കുന്ന വരുന്നുണ്ട്. വളരെ ഗുണമേന്മയുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഇനി അനുഭവത്തിൽ വരാൻ പോകുന്നത്. നമസ്കാരം.